അല്ലേലും എന്നെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് വലിയ മിടുക്കാണല്ലോ. എന്റെ ആമി, നിനക്കിപ്പോ എന്താ വേണ്ടത്? നീ എന്തിനെങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ? അത് ശരി, ഇപ്പൊ ഞാനായോ പ്രശ്നക്കാരി? അല്ലെങ്കിലും എനിക്കറിയാം, ഒരു കാര്യം വരുമ്പോ എന്റെ ഒപ്പം ആരും ഉണ്ടാവില്ലെന്ന്. ഞാൻ മാത്രം കുറ്റവാളി. ബാക്കി ഇവിടെ എല്ലാരും സീതേ സാവിത്രി ആണല്ലോ. നിന്റെ പെങ്ങൾ എന്താടാ നന്നാവാത്തെ? അമ്പന് വില്ലിനും അടക്കില്ല. ആകാശത്തും ഭൂമിയിലും ഒരു മനുഷ്യനെ നിർത്തില്ല. സ്നേഹിച്ചും ശാസിച്ചും ഉപദേശിച്ചും ഞാൻ മടുത്തു. ഇതിലിപ്പോ ഞാൻ എന്താ അഭിപ്രായം പറയാനാളിയാ? അനുഭവിക്കാതെ വേറെ വഴിയില്ലല്ലോ. ഒരിത്തിരി മുൻശുണ്ടി ഉണ്ടെന്നേ ഉള്ളൂ. ആമയടുത്തി പാവല്ലേ? ആണാ? എന്നാ പിന്നെ നീ എടുത്ത് തലയിലോട്ട് വെക്കും. ആഹാ, അത് കൊള്ളാലോ. സ്വന്തം ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ അറിയാത്തതിന് ബാക്കിയുള്ളവരുടെ തലയിലാണോ കേറുന്നേ? നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവേ. ആ, എല്ലാം കൂടി ഒന്നിച്ചെടുത്ത് വെച്ചാ മതി. സൗകര്യം പോലെ ഞാൻ വാങ്ങിച്ചോളാം. പൊടി. എടാ, കഥ അറിയാതെ എല്ലാവരും ആട്ടം കാണുക. കഥ അറിയാവുന്ന നമുക്കത് പറ്റില്ലല്ലോ. ഇന്നവിടെ സംഭവിച്ചതൊക്കെ നിങ്ങൾ മറന്നേക്കണം. ഈ കേസിനായിരിക്കില്ല ഞാൻ അവരെ പൊക്കാൻ പോകുന്നത്. ലൂയിസിനും നമ്പടിക്കുള്ള ഒരു കുരുക്ക് ഞാൻ മുറുക്കി വെച്ചിട്ടുണ്ട്. പൂജയും ക്ലാരമേട്ടത്തെയും തട്ടിക്കൊണ്ടുപോയ കേസ് നാളെ ഒരു വിഷയമായ അത് ബാധിക്കുന്ന നിങ്ങളുടെ ഭാവിയാകും. ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് ഞാൻ ചെയ്യുന്നത് നീതിക്ക് നിരക്കാത്ത കാര്യമാണെന്ന് എനിക്കറിയാം. ലോകത്ത് ഏത് നീതിയേക്കാളും വലുത് എനിക്ക് നിങ്ങളുടെ ജീവിതം. പരസ്പരം സ്നേഹിച്ചു പോയെന്നൊരു കുറ്റത്തിന് അനുഭവിക്കാവുന്നതിലേറെ അനുഭവിച്ചു വരാൻ നിങ്ങൾ. ഇനി നിങ്ങളെ ആർക്കും കളിപ്പാട്ടായിട്ട് ഞാൻ വിട്ടുകൊടുക്കില്ല. ഈ കേസിലേതായാലും ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തു. പക്ഷേ